വെൽക്കം ടു എക്കണോമിക്സ് എഡിബിൾസ്. ഇന്ന് എൻവയോൺമെൻറ്റൽ എക്കണോമിക്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു കറണ്ട് അഫെയർസ് ആണ് ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. എന്താണ് മിഷൻ മൗസം? മേഘങ്ങളിൽ രാസപദാർത്ഥങ്ങൾ വിതറി കൃത്രിമ മഴ പെയ്യിക്കലിനെ പറ്റി ഉള്ള സംവിധാനം നമുക്കറിയാം അല്ലേ. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഡൽഹിയിൽ അന്തരീക്ഷ മലിനീകരണം രൂക്ഷമായപ്പോൾ ഡൽഹി സർക്കാർ കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുകയുണ്ടായി. അതെന്താ? കൃത്രിമ മഴ പെയ്യിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കാനായിട്ട് പറഞ്ഞിട്ട്. അത് നമ്മൾ ന്യൂസിലൊക്കെ ശ്രദ്ധിച്ചു കാണും. എന്നാൽ മിഷൻ മൗസം എന്ന പദ്ധതിയിലൂടെ മഴ നിയന്ത്രണം, അതുപോലെ തന്നെ ഇടിമിന്നൽ, ആലിപ്പഴ വർഷം മുതലായവ നിയന്ത്രിക്കാൻ ഒരുങ്ങുകയാണ് നമ്മുടെ കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രാലയം. ഇതിനായിട്ട് അഡ്വാൻസ്ഡ് ടെക്നോളജിയായ AI, HPC, ഡോപ്ലർ റഡാർ മുതലായ സംവിധാനങ്ങളാണ് കേന്ദ്ര മന്ത്രാലയം ഒരുക്കിയിട്ടുള്ളത്. ഇനി എന്താണ് ഈ മിഷൻ മൗസത്തിൻ്റെ ഗോൾ എന്ന് നമുക്ക് നോക്കാം. ടു മേക്ക് ഇന്ത്യ മോർ വെതർ റെഡി ക്ലൈമാറ്റ് സ്മാർട്ട് ബൈ റെഡ്യൂസിങ് ദ ഇമ്പാക്റ്റ് ഓഫ് ക്ലൈമാറ്റ് ചേഞ്ച് ആൻഡ് എക്സ്ട്രീം വെതർ ഇവൻറ്റ്സ്. അതായത് കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെയും തീവ്ര കാലാവസ്ഥ സംഭവങ്ങളുടെയും ആഘാതം ലഘൂകരിക്കാനും ഇന്ത്യയെ കാലാവസ്ഥയ്ക്ക് തയ്യാറുള്ളതും കാലാവസ്ഥ സ്മാർട്ട് ആക്കുക എന്ന ലക്ഷ്യമാണ് ഈ മിഷൻ മൗസത്തിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ ആ വെതർ റെഡി ക്ലൈമാറ്റ് സ്മാർട്ട് എന്ന ടേം നന്നായി ഓർത്തു വെക്കുന്നത് നന്നായിരിക്കും. ഇനി നമുക്കതിൻ്റെ ഒബ്ജക്റ്റീവ്സിലോട്ട് പോകാം. ഫസ്റ്റ് വൺ, എൻഹാൻസ് ദ ഒബ്സർവേഷണൽ സിസ്റ്റം. സെക്കൻഡ്, എക്സ്പാൻഡ് റഡാർ നെറ്റ്വർക്ക്. തേർഡ്, ഇംപ്രൂവ് പബ്ലിക് ഔട്ട്റീച്ച്. ഫോർത്ത്, enhance weather forecasting. Fifth, actively manage weather events including modifying rainfall, hail, fog and potentially lightning strike. And last one, focus on cloud physics research. As a part, cloud chamber is established in Pune, Indian Institute of Tropical Meteorology. അതിൽ ലാസ്റ്റ് വണ്ണോ ഓർത്ത് വയ്ക്കുക. എവിടെയാണ് ക്ലൗഡ് ചേംബർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്? അതായത് പൂനെയിലാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റിസർച്ചിനൊക്കെ വേണ്ടിയിട്ടുള്ള ക്ലൗഡ് ചേംബർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനായിട്ട് ഗവൺമെൻറ് എത്ര 2024-2026 എത്ര 2000 കോടി രൂപ 2 വർഷത്തേക്കായിട്ട് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനായിട്ട് ഗവൺമെൻറ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം മിഷൻ മൗസ എന്താണെന്ന് ആലോചിക്കുക, അതിന് യൂസ് ചെയ്തിട്ടുള്ള ടെക്നോളജികൾ ഏതാണെന്ന് ആലോചിക്കുക. അതുപോലെ തന്നെ കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രാലയമാണ് ഇതിന് മുൻകൈ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ക്ലൗഡ് ചേംബർ എവിടെ പൂനെയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷന് വേണ്ടി 2024-2026 അതായത് 2 വർഷക്കാലത്തുള്ള പദ്ധതിയാണ്. അതിനുവേണ്ടി 2000 കോടി രൂപ മാറ്റി വെച്ചിട്ടുണ്ടെന്നൊക്കെ ഈ മിഷൻ മൗസത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ഫാക്ട്സ് ഓർത്തു വയ്ക്കുക. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായി കാണാം. താങ്ക്